ഹായ്, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്നത്തെ പ്രത്യേകത, ഇന്ന് തൈപ്പൂയമാണ്. എല്ലാ മുരുക ക്ഷേത്രങ്ങളിലും ഇന്ന് ഉത്സവമാണ്, തൈപ്പൂയ മഹോത്സവം. ഇന്ന് ഇവിടെ അടുത്ത് തന്നെ ഒരു മുരുകൻ്റെ അമ്പലമുണ്ട്. അവിടെ രാവിലെ പോയി തൊഴുതു, പൂജകളൊക്കെ കുറേയൊക്കെ കണ്ടു. ഇനി ഉച്ചയ്ക്ക് അവിടെ അന്നദാനമൊക്കെ ഉണ്ട്. അവിടെ വളരെ വലിയ ഗംഭീരമായിട്ട് ഉത്സവം നടത്തുന്ന അമ്പലമാണ്. ഇപ്രാവശ്യം അമ്പലത്തിൽ പണികളൊക്കെ നടക്കുന്നതുകൊണ്ട് ഉത്സവം ചെറിയ രീതിയിലേ ഉള്ളൂ. എല്ലാ പൈസയൊക്കെ അമ്പലത്തിന് പണിക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ്. അത് എന്നാലും എഴുന്നള്ളത്തൊക്കെ ഉണ്ട്. വൈകിട്ട് ഉച്ചയ്ക്ക് അന്നദാനമുണ്ട്. മറ്റേ കലാപരിപാടികളൊക്കെ ഈ 10 ദിവസവും കൊടിയേറി നടത്തുന്ന അമ്പലമാണ്. കൊടിയേറ്റ് നടത്തി ഉത്സവം ആഘോഷിക്കുന്ന അമ്പലമാണ്. 10 ദിവസവും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം പരിപാടികളൊന്നുമില്ല. പരിപാടികളുടെ പൈസകളൊക്കെ നമ്മുടെ അമ്പലത്തിൻ്റെ പണികൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് പ്രത്യേകിച്ച് എന്ത് പറയാനില്ല. എല്ലാവരും അടുത്തുള്ള മുരുക ക്ഷേത്രങ്ങളിലൊക്കെ പോയി കാണുമെന്ന് വിചാരിക്കുന്നു. അമ്പലത്തെ ഉത്സവങ്ങളൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. ഇന്ന് ഇവിടെ പ്രത്യേകിച്ച് എല്ലാവരും അമ്പലത്തിൽ പോയാൽ ഇന്ന് അന്നദാനം കഴിക്കുന്നത്. പിന്നെ ഇന്ന് പ്രത്യേകിച്ച് വലുതായിട്ടൊന്നും ഉണ്ടാക്കണ്ട. എങ്കിലും ഞാൻ തോരൻ ഉണ്ടാക്കാമെന്ന് കരുതി അത് അരിയാനുള്ള തയ്യാറെടുപ്പിലാണ്. ചക്കക്കുരുവും മുരിങ്ങക്കായും കൂടെ തോരൻ വെക്കാമെന്ന് കരുതി. ഇപ്പോൾ ചക്കക്കുരുവിൻ്റെ മുരിങ്ങക്കായുടെയൊക്കെ സീസണാണല്ലോ. അന്നേരം ചക്കക്കുരു മുരിങ്ങക്കായും കൂടെ തോരൻ വെക്കുക. അതിനായിട്ട് അരിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ഞാൻ വിചാരിച്ചെന്നാൽ നിങ്ങളെ കണ്ട് ഇതൊക്കെ ഒന്ന് സംസാരിക്കാം. പ്രത്യേകിച്ച് ഇന്ന് പറയാനൊന്നുമില്ല. ഇനിയിപ്പോൾ ടി വിയുടെ സൗണ്ട്, ടി വിയിലാണെങ്കിൽ ഇപ്പം പറയണ്ടല്ലോ. ടി വി തുറന്നു കഴിഞ്ഞാൽ ദൈവമേ, പകുതി വിലയ്ക്ക് സ്കൂട്ടർ കിട്ടുമെന്നും പറഞ്ഞ് കുറേ ആൾക്കാർ പൈസ കൊണ്ട് കൊടുത്ത് അതെല്ലാം കൂടെ പോയി. ഇത് എത്ര അബദ്ധം പറ്റിയാലും ആൾക്കാർക്ക് മനസ്സിലാകത്തില്ല. ഇതുപോലത്തെ മോഹന വാഗ്ദാനങ്ങളിലൊക്കെ മയങ്ങി കൊണ്ടങ്ങ് പൈസ കൊടുക്കും. മലയാളികൾക്ക് എപ്പോഴും പറ്റുന്ന അബദ്ധമാണ് ഇത്. സാമ്പത്തിക തട്ടിപ്പിലായാലും ഇതായാലും എല്ലാം. ഇപ്പോൾ എത്ര കോടി രൂപയാണ് അയാൾ കൊണ്ടുപോയത്. ആൾക്കാർക്കെല്ലാം പകുതി വിലയ്ക്ക് സ്കൂട്ടർ കിട്ടുമെന്ന് അറിയുമ്പോൾ തന്നെ അറിഞ്ഞൂടെ അതിലെന്തോ കളിപ്പീരുണ്ടെന്ന്. ഇതൊന്നും ആലോചിക്കാതെ ആൾക്കാർ കൊണ്ട് പൈസ കൊടുക്കുകയും ചെയ്യും. പിന്നെ അവസാനം കേസും ഇതുമായിട്ട് കിടക്കും. എന്തോ ചെയ്യാൻ പറ്റും. അതുപോലെ കാട്ടാന ആക്രമണം. എന്നും കാട്ടാന ആക്രമണമേ ഉള്ളൂ. ഈ കാട്ടാനകളെല്ലാം കൂടെ നാട്ടിലിറങ്ങി എല്ലാ മനുഷ്യരെയും ഇങ്ങനെ കൊല്ലാൻ തുടങ്ങി എന്തോ ചെയ്യും. കാട്ടിൻ്റെ അടുത്ത് താമസിക്കുന്നവരുടെ അവസ്ഥയൊക്കെ വളരെ ദയനീയം. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ കാട്ടാനകൾക്ക് കാട്ടിൽ ഒന്നും കിട്ടുന്നില്ല. അവർക്ക് ഒന്നുമില്ല. കുറേ മരങ്ങളുണ്ടെന്നല്ലാതെ അവിടെ ഫലവൃക്ഷങ്ങളൊന്നും ഇല്ലല്ലോ. ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് ഞാൻ പറയുന്നത് കുറേ ചക്കക്കുരുവെങ്കിലും കൊണ്ടു ചെന്ന് കാട്ടിലൊക്കെ വാരിയങ്ങ് വെതറിയിരുന്നാൽ മഴ പെയ്യുമ്പോൾ കിളിച്ച് വന്ന് ചക്കയെങ്കിലും ആനയ്ക്ക് തിന്നൂടെ. ആനയ്ക്കായാലും മറ്റേ മൃഗാദികൾക്കായാലും ചക്കയോ കപ്പയ്ക്കയോ എന്തെങ്കിലുമൊക്കെ കുറേ അരികൾ കൊണ്ടുവന്ന് വാരി വിതറിയാലും മതിയെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ ഇത്രയും ഇതിപ്പം വിശന്നിട്ടാണ് ഇതുങ്ങളെല്ലാം ഇനി പുറത്തിറങ്ങുന്നത്. വെള്ളവും ഇല്ല, ആഹാരവും ഇല്ല. പിന്നെ അതുങ്ങളെന്തോ ചെയ്യും. ഒരുപാട് തടാകങ്ങൾ പോലെ വെള്ളം കിടക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. അങ്ങനെ വല്ലതും ഉണ്ടാക്കി വെള്ളം കൊടുക്കാനുള്ള ഒരു സംവിധാനമൊക്കെ ഉണ്ടാക്കിയായിരുന്നെങ്കിലേ പറ്റുള്ളൂ. അല്ലാതെ കാട്ടിനകത്തുനിന്ന് ആനകളെല്ലാം പുറത്തിറങ്ങി. ഇപ്പം തന്നെ സുൽത്താൻ ബത്തേരിയിലും ഒരാളെ കാട്ടാനെ കൊന്നിട്ട് അതിൻ്റെ ബഹളം ടി വിയിൽ നടക്കുക. ഇന്നലെ ഒരു സ്ത്രീ കുളിക്കാൻ പോയപ്പോൾ അവരെ കൊന്നു. അതും വെള്ളം കുടിക്കാൻ വന്നതായിരിക്കും ആന. എന്തായാലും കൊള്ളാം. അതുകൊണ്ട് അതിലൊക്കെ ഒരു നടപടി എന്തായാലും ഗവൺമെൻറ് എടുത്തേ പറ്റുള്ളൂ. ഇത്രയും ബഹളം ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ആനകൾക്ക് ഇതിനൊന്നും വിശപ്പ് സഹിക്കാനും വെള്ളം കുടിക്കാൻ ഇല്ലാഞ്ഞിട്ടാണ് കൂടുതലും പുറത്തിറങ്ങുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള മാർഗ്ഗങ്ങൾ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ഇന്നാൾ തമിഴ്നാട്ടിലെ ഒരു ഇത് ഞാൻ ടി വിയിൽ കണ്ട്. അവർ കാടിനുള്ളിൽ വലിയ കുളങ്ങൾ, പിന്നെ ഈ സിമെൻറ്റ് വെച്ച് വലിയ ടാങ്ക് പോലെ ഉണ്ടാക്കിയിട്ട് അതിൽ നിറച്ച് വെള്ളമാക്കി ഇടുക. ഈ ആനകളൊക്കെ ഇറങ്ങി വരുന്ന സ്ഥലം നോക്കി അങ്ങനെ ചെയ്യും. അപ്പോൾ ആന അവിടെ വരെ വന്ന് വെള്ളം കുടിച്ചിട്ടങ്ങ് പോകും. അതുപോലെ തന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഈ പച്ചക്കറി കടകളിൽ നിന്നൊക്കെ വാരി വലിയ ഇതിലാക്കി കൊണ്ടുവന്നിട്ട് കാട്ടിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറേയൊക്കെ അവിടെ വന്ന് തണ്ണി മത്തങ്ങിയൊക്കെ തിന്നിട്ട് അങ്ങ് പോകും. അന്നേരം നാട്ടിലോട്ട് ഇങ്ങനെ ഇറങ്ങി നമ്മളെ ശല്യപ്പെടുത്തത്തില്ല. അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അല്ലാതെ ഇനിയിപ്പോൾ കാട്ടാനെ എന്തോ ചെയ്യാൻ പറ്റും. എന്തായാലും ടി വി വെച്ചാൽ എന്നും ഇത് തന്നെ ഉള്ളു കേൾക്കാൻ. കാട്ടാന ആക്രമണവും പാതി വില സ്കൂട്ടർ തട്ടിപ്പും പിന്നെ കഞ്ചാവും മയക്കുമരുന്നും എല്ലാം ഉണ്ട്. കഞ്ചാവും മയക്കുമരുന്നിൻ്റെ കാര്യം പിന്നെ പറയണ്ട. ഇപ്പോൾ ഒരു യുവതലമുറകളിൽ അത് വളരെ കൂടുതലായിട്ട് കണ്ടുവരികയും ആൾക്കാരെല്ലാം കുട്ടികളെല്ലാം അതിനകത്ത് അഡിക്റ്റ് ആവുകയും ചെയ്യുക. പണ്ടൊക്കെ കുട്ടികൾ വെള്ളം അടിക്കും കള്ളു കുടിക്കും എന്നൊക്കെ ആയിരുന്നു പറയുന്നത്. ഇതിപ്പോൾ ആർക്കും അറിയാൻ പോലും പറ്റത്തില്ല എന്താ ഉപയോഗിക്കുന്നതെന്ന്. ഒരു മണവും ഇല്ല, ഒന്നുമില്ലാത്ത സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. കണ്ടുപിടിക്കാനും പാടാ. എന്തായാലും രക്ഷകർത്താക്കളുടെ അവസ്ഥ വളരെ പരമദയനീയമായിട്ട് മാറിയിരിക്കുക.
പോലീസുകാർ നടന്ന് പിടിക്കുന്നുണ്ടെങ്കിലും അതിനൊന്നും ഒരു കുറവുമില്ല. കുട്ടികൾ ഏത് വഴിയെങ്കിലും അതൊക്കെ വാങ്ങിച്ച് ഉപയോഗിക്കുകയും ചെയ്യും. വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ കൊല്ലുകയൊക്കെ ചെയ്യും. എന്തായാലും വല്ലാത്തൊരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പിന്നെന്താ പറയാനുള്ളത്? ഉത്സവത്തിനെക്കുറിച്ച് പറയാനാണ് ഞാൻ സത്യത്തിൽ വന്നത് കേട്ടോ. അപ്പോഴും ടി വിയിൽ ഇത് കേട്ടപ്പോൾ ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഉത്സവം തൈപ്പൂയം ഇന്നിപ്പം ഇവിടെ മീനൊന്നും വേണ്ട, ഉത്സവമായതുകൊണ്ട് നമ്മൾ മീനൊന്നും ഉപയോഗിക്കത്തില്ല. പിന്നെ ഇതൊക്കെ ചെറുതായിട്ടൊന്നും കറി വെച്ചാൽ മതി. എല്ലാവരും അമ്പലത്തിൽ പോയി അന്നദാനം കഴിക്കും. ഇവിടെ കുറേ അമ്പലങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ ഈ ഭാഗത്ത്. ഇനിയിപ്പോൾ ആദ്യമേ ഗണപതി അമ്പലത്തിൽ ഉത്സവമായിരുന്നു. അത് വളരെ നന്നായിട്ട് അവിടെയുള്ള ആൾക്കാരെല്ലാം കൂടെ നന്നായിട്ട് ആഘോഷിച്ചു. അത് കഴിഞ്ഞ് ഇനിയിപ്പം അയ്യപ്പൻ്റെ അമ്പലത്തിൽ ഉത്സവം, തൊട്ടടുത്തൊരു അയ്യപ്പൻ്റെ അമ്പലമുണ്ട്, അവിടുത്തെ ഉത്സവം. പിന്നെ തൃക്കോയിക്കൽ അമ്പലം, ഒരു നരസിംഹസ്വാമി ക്ഷേത്രമുണ്ട്, വലിയ അമ്പലം. അതാണ് ഇവിടുത്തെ ഏറ്റവും ദേശദേവൻ എന്ന് പറയുന്നത് തൃക്കോയിക്കൽ അമ്പലം. അത് അവസാനം മേടത്തിലാണ്. ആ ഉത്സവമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഉത്സവം. എന്നാലും ഈ ചെറിയ അമ്പലങ്ങളാണെങ്കിൽ പോലും ഇവിടുത്തെ എല്ലാ ഉത്സവം വളരെ ഗംഭീരമായിട്ടാണ് എല്ലാവരും ആഘോഷിക്കുന്നത്. പ്രാവശ്യം പിന്നെ മുരുകൻകോവിലെ ഉത്സവം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ പണിയായതുകൊണ്ട് കുറച്ച് താമസിച്ചല്ല, കുറച്ച് പിന്നെ ഉത്സവം കുറച്ച് പരിപാടികളൊക്കെ കുറച്ചത്. എങ്കിലും അവിടെ ചടങ്ങുകളെല്ലാം ഉണ്ട്. കലശപൂജയും മറ്റേ അമ്പലത്തിലേക്കുള്ള എല്ലാ ചടങ്ങുകളും ഉത്സവത്തിന് അനുബന്ധിച്ചുള്ള എല്ലാ ചടങ്ങുകളും അവിടെ നടത്തുന്നുണ്ട്. രാവിലെ പോയി അതെല്ലാം കണ്ടിട്ടാണ് ഞാൻ വന്നത്. ഇനിയിപ്പോഴും അവിടെ ചടങ്ങുകളൊക്കെ നടക്കുന്നുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും പറയാനില്ല. പിന്നെ ഞാൻ ഇന്ന് നിങ്ങളോട് ഇത് കുറച്ച് നേരം ഇങ്ങനെയൊക്കെ സംസാരിക്കാമെന്ന് കരുതി, കൂട്ടാൻ അരിയുകയും ചെയ്യാം, നിങ്ങളോട് സംസാരിക്കുകയും ചെയ്യാമെന്ന് കരുതി വന്നതാണ് കേട്ടോ. പിന്നെ നിങ്ങളുടെയൊക്കെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക. എല്ലാവരും കമൻറ്റുകൾ ഇട്ടാൽ മാത്രമല്ലേ എനിക്കറിയാൻ പറ്റൂ നിങ്ങളൊക്കെ ആരൊക്കെ കാണുന്നുണ്ട് എന്തൊക്കെയാണെന്നുള്ളത്. അതുകൊണ്ട് എല്ലാവരും വീഡിയോ കാണുന്നവരെല്ലാം കമൻറ്റ് ഇടണം കേട്ടോ. കമൻറ്റിൽ എല്ലാ കാര്യങ്ങളും എഴുതണം. പിന്നെ വേറെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. നാളെ കാണാം. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഇത്രയൊക്കെ പറയാനുള്ളൂ കേട്ടോ. ഓക്കെ.